ഈജിപ്തും അർജന്റീനയിലും കളിച്ചപ്പോൾ പടക്കം വാങ്ങി വെച്ചതാണ്. ടൗണിൽ എത്തിയപ്പോഴാണ് 2-2 ആയത്. അപ്പൊ അവിടെ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ഞാൻ അടുത്ത കളിക്ക് പൊട്ടിക്കാന്ന് വിചാരിച്ച് വാങ്ങി വെച്ചാണ്. അപ്പൊ എന്തായാലും ഈ പടക്കം അവര് നെക്സ്റ്റ് കളിക്ക് ഞങ്ങൾക്ക് തിരിച്ചു തരുന്ന വരും. അവരെന്തായാലും അടുത്ത പ്രാവശ്യം വാങ്ങി. പടക്കം പൊട്ടിക്കാനുള്ള യോഗം ഉണ്ടായില്ല ഈ കളിയിൽ. ഉണ്ടായില്ല. ഇപ്പോഴും പോലെ വിശ്വസിച്ചിട്ടില്ല ടീം തോറ്റണമെന്നുള്ളത്. മലപ്പുറം മഞ്ചേരിയിലാണ് നമ്മളുള്ളത്. ഇപ്പൊ ഇവിടെ അർജന്റീന വിജയിച്ചപ്പോ പടക്കം പൊട്ടിച്ചത് ബ്രസീലിന്റെ, അതായത് ബ്രസീൽ ആരാധകരായിരുന്നു പടക്കം കൊണ്ടുവന്നിരുന്നത്. അർജന്റീന പരാജയപ്പെടുമ്പോൾ പൊട്ടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കൊണ്ടുവന്നത്. ആ പടക്കം അർജന്റീനക്കാർക്ക് പൊട്ടിക്കേണ്ടി വന്നു. ഈജിപ്തും അർജന്റീനയിലും കളിച്ചപ്പോൾ പടക്കം വാങ്ങി വെച്ചതാണ്. ടൗണിൽ എത്തിയപ്പോഴാണ് 2-2 ആയത്. അപ്പൊ അവിടെ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ഞാൻ അടുത്ത കളിക്ക് പൊട്ടിക്കാന്ന് വിചാരിച്ച് വാങ്ങി വെച്ചാണ്. ചിലപ്പോൾ നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് സഹകരിച്ചു കൊടുത്തുന്നുള്ളൂ. എന്തായാലും തിരിച്ച് അവർ ആ പടക്കം തരേണ്ടി വരും. അർജന്റീന ഇംഗ്ലണ്ട് ഈ കളി കൊണ്ട് അങ്ങോട്ട് പോകാനില്ല. കണ്ടില്ലേ നിങ്ങൾ 10 പേരെ വെച്ചിട്ട് 120 മിനിറ്റ് കളിക്കേണ്ട ഗതികേട് അർജന്റീനക്ക് വന്നിട്ടില്ലേ? അപ്പൊ എന്തായാലും ഈ പടക്കം അവര് നെക്സ്റ്റ് കളിക്ക് ഞങ്ങൾക്ക് തിരിച്ചു തരേണ്ടി വരും. അവരെന്തായാലും അടുത്ത പ്രാവശ്യം വാങ്ങി. ആ പടക്കം പൊട്ടിക്കാനുള്ള യോഗം ഉണ്ടായില്ല ഈ കളിയിൽ. ഉണ്ടായില്ല. അത് അടുത്ത പ്രാവശ്യം ഞങ്ങൾ തിരുത്തും. 100%. ഇന്നത്തെ കളി എങ്ങനെ ഒരു വിധത്തിൽ മുക്കും മ്യൂളും ജയിച്ചു, തട്ടിയൊപ്പിച്ച് ജയിച്ചു. അവസാനം 17 ആണല്ലേ ഗോൾ അടിക്കുന്നതൊക്കെ. അപ്പൊ എന്തായാലും ഫ്രാൻസ് ആണ് കപ്പെടുക്കാൻ പോകുന്നത്. എന്തായാലും ബ്രസീൽ കൊണ്ടുവന്ന ഫ്രാൻസ്, ബ്രാച്ചുകല് അതാണ്ട് ഓരോ ടീമിനൊക്കെ അയക്കുക. ഇവരെ ടീം എവിടെയാണെന്ന് വെച്ചാൽ മതി. ഇപ്പോഴും പോലെ വിശ്വസിച്ചിട്ടില്ല ടീം തോറ്റണമെന്നുള്ളത്. ഒരു കാര്യം കൂടെ പറയട്ടെ, ഇന്ന് ഞങ്ങളൊക്കെ അധികം ബ്രസീൽ ആരാധകരുണ്ട്. ഞങ്ങളിന്ന് അർജന്റീന ഫാൻസിന്റെ കൂടെ നിന്ന് കൊടുത്തത് എന്താ? ആ ആഘോഷത്തിൽ പടക്കം പൊട്ടിച്ച് നമ്മുടെ സുഹൃത്തിന്റെ നമ്മുടെ സുഹൃത്തിന്റെ നിക്കാഹാണ്. അപ്പൊ ആ നിക്കാഹിന് ഡെഡിക്കേഷൻ യാതൊരു സംശയമല്ല. നമ്മളെ പഴയ പക ഉണ്ടല്ലോ അത് തീർക്കും. കഴിഞ്ഞ 4 വർഷം മുമ്പ് ഈ പടക്കം നമുക്ക് അടുത്ത കളിയിൽ പൊട്ടിക്കാം. തീർച്ചയായിട്ടും അവർ വാങ്ങി തരണല്ലോ. സ്വാഭാവികം അവർ സഹായിച്ചാണല്ലോ. അവർ ചോദിക്കട്ടെ. അതായത് ഒരു സെക്കൻഡ് അതല്ല ഏതായാലും അർജന്റീനക്കാർ പടക്കമൊന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു. ബ്രസീലുകാർ അർജന്റീന പരാജയപ്പെടുമെന്ന് വിചാരിച്ച് കൊണ്ടുവന്ന ആ പടക്കമായിരുന്നു. അത് അർജന്റീനക്കാർക്ക് തന്നെ പൊട്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വളരെ രസകരമാണ് നമ്മുടെ മലപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ഫുട്ബോളിന്റെ ആവേശങ്ങൾ. മലപ്പുറം മഞ്ചേരിയിൽ നിന്ന് അനൂപ് ചിക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1.